ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പരാജയമാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് CPIM പ്രാദേശിക നേതൃത്വം നഗര വികസനത്തിനായി രംഗത്തിറങ്ങിയതെന്ന ആരോപണവുമായി മാത്യു കൊള്ളനാടൻ MLA. മുൻ ഇടത് MLAമാരും CPIM വികസനത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രി പരാജയമാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് CPM പ്രാദേശിക നേതൃത്വം നഗര റോഡ് വികസനത്തിനായി രംഗത്തിറങ്ങിയതെന്ന് മാത്യു കൊള്ളനാടൻ MLA. നഗര റോഡ് വികസനത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയും വളരെയധികം മുന്നോട്ടു പോകുകയും ചെയ്ത സാഹചര്യത്തിൽ പദ്ധതി പൂർത്തീകരിച്ചത് തങ്ങളുടെ ഇടപെടലിലൂടെയാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. CPM നേതാക്കളും മുൻ MLAമാരും ഉൾപ്പെടെ മന്ത്രിക്ക് നിവേദനം നൽകുകയും മന്ത്രി ഇടപെടുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷവും നിർമ്മാണത്തിലെ തടസ്സങ്ങൾ തുടർന്നു. ഇവ നീക്കി റോഡ് വികസനം പുരോഗമിക്കുന്നതിനിടയിലാണ് വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി CPM LDF നേതൃത്വം ചർച്ച നടത്തുന്നത്. വികസന പദ്ധതികളുടെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മാത്യു കൊള്ളനാടൻ MLA പറഞ്ഞു. അവർ MLAക്ക് കഴിവില്ലാത്തതുകൊണ്ടും MLAക്ക് ചെയ്യാൻ പ്രാപ്തിയില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ MLA അതിന് സമയം കണ്ടെത്താത്തതുകൊണ്ടും അല്ലെങ്കിൽ MLA കൊണ്ട് സാധിക്കാത്തതുകൊണ്ടും അവരൊരു നേരത്തെ ഒരു നീക്കം നടത്തിയിരുന്നു. അത് നിങ്ങളും വലിയ പ്രാധാന്യത്തിൽ കൊണ്ട് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അവർ അതിനു വേണ്ടി കണ്ടെത്തിയത് ഇവിടുന്ന് ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയായിരുന്നു. ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി അവർ PWD മിനിസ്റ്ററെ പോയി കണ്ട് ഈ വർക്ക് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ ഇപ്പോൾ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ വർക്ക് ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് വേഗത പോരാ, അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നില്ല, ഞങ്ങൾ തന്നെ നേരിട്ടിറങ്ങിയാലേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ജനങ്ങളോട് കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്നെ സഹായിച്ചതിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നേരിട്ട് വിചാരിച്ച് വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണല്ലോ ഇവർ പറഞ്ഞത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഈ നിലയ്ക്കുള്ള ഒരു കാര്യങ്ങളും ഒരു സഹായവും ഒരു എഫിഷ്യൻസിയും ആ ഓഫീസിനില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPMനും ബോധ്യപ്പെട്ടു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഇത് ഞാൻ വെറുതെ രാഷ്ട്രീയ ആരോപണം വെറുതെ പറയുന്നതാണെന്ന് വിചാരിക്കുമായിരുന്നു. കാരണം ഇവർ തന്നെ നേരിട്ട് പോയി മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കണ്ട് ഇത്രയും മാസങ്ങളായി, എന്നിട്ടും ഒന്നും നടന്നില്ല എന്ന് CPMന് തന്നെ ബോധ്യപ്പെട്ടപ്പോൾ അതിൻ്റെ അർത്ഥം PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ഒരു പരാജയമാണ് എന്ന് മൂവാറ്റുപുഴയിലെ CPMന് ബോധ്യപ്പെട്ടു. അവരത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്നെ സഹായിച്ചു എന്നതിൽ എനിക്ക് അവരോടൊരു കൃതജ്ഞതയുണ്ട്. കാരണം നമ്മളിത് പറയുമ്പോൾ രാഷ്ട്രീയമാണെന്നല്ലേ വിചാരിക്കുകയുള്ളൂ. നേരിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിയും ഇടപെട്ടിട്ട് പോലും ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആ മന്ത്രിയുടെ വകുപ്പിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ആ മന്ത്രിയുടെ ഭരണ നൈപുണ്യം എന്തുമാത്രമാണ് എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാമല്ലോ. അതാണ് അതുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കലായി എനിക്ക് പറയാനുള്ളത്. നഗര റോഡ് വികസനത്തിൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് തടസ്സമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്. റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള കോൺക്രീറ്റ് ചേംബറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണെന്നും MLA പറഞ്ഞു. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതി എന്ന നിലയിൽ ആ നിലയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതും ആരോപണങ്ങൾ പറയുന്നതും എൻ്റെ നിലവാരത്തിന് അല്ലെങ്കിൽ ഞാനിരിക്കുന്ന കസേരയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓരോ ഘട്ടങ്ങളിലും ഈ വർക്കിൻ്റെ നിർണായകമായ സമയത്ത് അവരാൽ കഴിയുന്നതുപോലെ എത്ര വട്ടം ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും മറ്റ് പ്രവർത്തികൾക്ക് വിഘ്നം സൃഷ്ടിക്കുകയും ഏറ്റവും ഒടുവിലായി നിങ്ങൾക്കറിയാം ആ റബ്ബർ ബോർഡിൻ്റെ മുമ്പിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇന്നത്തെ സ്ഥലം പരിമിതി കൊണ്ട് ആ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ UG കേബിളിൻ്റെ വരുന്ന അതിൻ്റെ ആ ഇൻസ്ട്രുമെൻ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ പണിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആർക്കും പ്രയാസമില്ലായിരുന്ന സ്ഥലത്ത് നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലിരിക്കുന്ന റബ്ബർ ബോർഡിനെ കൊണ്ട് ഒബ്ജക്ഷൻ ഉന്നയിച്ച് ആ പണി പോലും തടസ്സപ്പെടുത്താൻ ശ്രമിച്ച് ഇത്രയും നാളും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഇത് നടക്കുമെന്ന് തോന്നുമ്പോൾ അതിൻ്റെ കൂടി ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടി അതിനൊന്നും എനിക്ക് പരാതിയില്ല. അവരുടെയൊക്കെ സേവനവും സംഭാവനയും അവരുടെയൊക്കെ ഇൻപുട്ടും അല്ലെങ്കിൽ അവരുടെയൊക്കെ അധ്വാനവും ഈ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല.
പക്ഷെ അതിനുവേണ്ടി ഈ നിലയിലുള്ള കോപ്രായങ്ങളോ അല്ലെങ്കിൽ ഇത് നിലയിലുള്ള വേഷം കെട്ടുകളോ അല്ലെങ്കിൽ ഈ നാടകങ്ങളോ കളിക്കുന്നത് അത്ര നല്ലതല്ല. പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങൾ ഏറ്റവും ഇതാന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയെ നേരിട്ട് ഏൽപ്പിച്ചിട്ട് അവരും പരാജയമാണ് എന്ന് അംഗീകരിച്ചാണ് ഇപ്പോൾ നിങ്ങൾ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന കാര്യം അംഗീകരിച്ചിട്ട് വേണം ബാക്കി കാര്യം പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്ന ആളുടെ കഴിവ് ഇപ്പോൾ എനിക്കുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് പൂർത്തിയായാൽ വൈദ്യുതി വിതരണം, BSNL, ജല അതോറിറ്റി വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള പൈപ്പുകൾ, കേബിളുകൾ തുടങ്ങിയവ സ്ഥാപിച്ച് റോഡ് ടാറിംഗ് ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി IELTS, ജർമ്മൻ, OET, PTA മുതൽ എല്ലാ കോഴ്സുകളും വെറും 5000 രൂപയ്ക്ക്. ഈ ഓഫർ ആദ്യത്തെ 50 രജിസ്ട്രേഷനുകൾക്ക് മാത്രം. ഭാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കോതമംഗലം.